കഥകളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കഥകളി കേന്ദ്രം FACT ആയിരുന്നു. കലാമണ്ഡലം ഹൈദരാലി ഉൾപ്പെടെ ഞാൻ ഇൻഫാക്റ്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഹൈദരാലി ഉൾപ്പെടെ ഹൈദരാലി പുറത്തുനിന്ന് വന്ന് കഥകളി കേന്ദ്രത്തിൽ ചേർന്ന ആളാണ്. അവിടെ കഥകളി പഠിപ്പിക്കുന്ന കേന്ദ്രമുണ്ട്. 10 പേർക്ക് അകത്തുനിന്ന് എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് കഥകളി പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു. ആകെ 25 പേര് മറ്റുമായിരുന്നു ഒരു ക്ലാസ്സിൽ, ഒരു കൊല്ലത്തെ ഈ കോഴ്സിന് എന്നാണ് എൻ്റെ ഓർമ്മ. 10 പേർക്ക് സ്കൂളിൽ നിന്നും 15 പേർക്ക് പുറത്തുനിന്നും. അങ്ങനെ പുറത്തുനിന്ന് വന്ന വിദ്യാർത്ഥിയാണ് ഹൈദരാലി. അകത്തുനിന്ന് 10 പേരെ സെലക്ട് ചെയ്തതിൽ എന്നെ സെലക്ട് ചെയ്തായിരുന്നു ഒരു ടൈമിൽ. അങ്ങനെ എന്നെ സെലക്ട് ചെയ്ത് ഞാൻ കഥകളി പഠിക്കാൻ പോയി. അപ്പോൾ ഉപ്പ അതിന് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ കഥകളി പഠിക്കാൻ തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ ആരോ ഉമ്മയുടെ അടുത്ത് പറഞ്ഞ്, ഇത് അമ്പലത്തിൻ്റെ കളിയാണ്, ഹിന്ദുക്കളുടെ കളിയാണ്, അത് മുസ്ലിങ്ങൾ ഇതുവരെ അതിൽ കളിക്കാൻ പോയിട്ടില്ല, അത് പഠിക്കണത് ശരിയല്ല എന്ന് പറഞ്ഞ് അപ്പം മുതൽ ഉമ്മക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ ഉമ്മ എന്നെ വിടൂല, എന്ത് ചെയ്താലും വിടൂല. ഉപ്പ ഒരുപാട് പറഞ്ഞു നോക്കി, ഞാനും ഒരുപാട് കരഞ്ഞു നോക്കി. പക്ഷേ ഉമ്മയുടെ ആ വാശിക്ക് വഴങ്ങി, ഉമ്മയുടെ സങ്കടത്തിന് വഴങ്ങി, പിന്നെ അത് നിർത്തി. അപ്പോൾ അങ്ങനെ ഞാനും ഹൈദരാലിയും ഒരേ സമയം അവിടെ കഥകളി പഠിക്കാനിടയായെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അന്ന് ഉമ്മ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കഥകളിക്കാരനായിട്ട് മാറിയനെ.